അതിനയനത്തിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചെളിയിലൊക്കെ ചവിട്ടി രണ്ടുപേരും നല്ല ജോളിയായിട്ട് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയാണ്. ശേഷം ആദർശ് കാലൊക്കെ കഴുകിയിട്ട് ആദർശ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അഭി അയച്ച ആളുകളാണെങ്കിൽ അവിടെ നിന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും അറിയുന്നില്ല. അങ്ങനെ വീഡിയോ എടുത്ത് അപ്പം തന്നെ അഭിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നയന വൈകുന്നേരം സമയത്ത് വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് ആദർശ് ഓഫീസിലുണ്ടല്ലോ, ഞാനൊരു ഓട്ടോ വിളിച്ച് പോകാനല്ലേ പറഞ്ഞിരുന്നത്, അങ്ങനെ ഓട്ടോ വിളിച്ച് പോയിക്കോളാം അവളും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അഭി പോയിട്ട് ജലജയെ കാണിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു സൂത്രം കാണണോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അഭിയും നയനയും കൂടെ കൂടിയിട്ട് ചെളിയിൽ ചവിട്ടി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവർ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുന്നതൊക്കെ ജലജയെ കാണിക്കുമ്പോൾ ജലജ പറയാണ്, അഭി നീ ഇപ്പം ചെയ്തത് എന്തായാലും വളരെ ശരിയായ കാര്യമാണ്, കാരണം ഇത് അനന്തപുരിൽ പൊട്ടാൻ പോകുന്ന വലിയൊരു ബോംബ് തന്നെയാ എന്ന് പറയുമ്പം ആണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നീ കണ്ടോ, ഇത് മതി ദേവേനോടുള്ള ചൂട് പിടിക്കാൻ. ഇപ്പൊ തന്നെ അവള് പകുതി ചൂട് പിടിച്ചിരിക്കുക, ഇതും കൂടെ ആകുമ്പം അവൾ പൊട്ടിത്തെറിച്ചോളും എന്ന് പറയുന്നു. അങ്ങനെ ജലജ നേരെ ആ ഫോണും കൊണ്ട് ദേവേന്റെ അടുത്തേക്ക് പോവാണ്. എന്താ ജലജ, പിന്നെ എന്തെങ്കിലും ഗുലുമാലായിട്ട് വന്നിരിക്കുകയാണോ എന്നെ ചൂട് പിടിപ്പിക്കാൻ? അപ്പൊ ജലജ പറയാണ്, ഇനി ഞാനായിട്ട് നിന്നെ ഒന്നും പറയുന്നില്ല. അല്ല നീ എന്താ രാവിലെ പറഞ്ഞത് ആദർശ് അവളെ കൊണ്ട് വിട്ടുടനെ ഓഫീസിലേക്ക് പോയെന്നോ? എന്നാൽ ഞാൻ നിന്നെ ഒരു കാഴ്ച കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ദേവ്യാനിനെ കാണിക്കുകയാണ്. അങ്ങനെ ദേവ്യാനി ആ കാഴ്ച കണ്ട് ആകെപ്പാടെ ഞെട്ടി വിറച്ച് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ദേവ്യാൻ അതായത് ആദർശ് നയനെ കൊണ്ട് ചെളിയിൽ ചവിട്ടുന്നതാണല്ലോ. അപ്പൊ തന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് മോൻ പോയി എന്നുള്ള കാര്യം ദേവ്യാനിക്ക് മനസ്സിലായി. അപ്പൊ ജലജ പറയാണ്, നീ അപ്പൊ എന്റെ മോനെ കുറെ കുറ്റം പറഞ്ഞല്ലോ, അവനൊന്നും ചെയ്യാറില്ല, എല്ലാം ചെയ്യുന്നത് അഭിയാണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ മനസ്സിലായില്ല നിന്റെ മോന്റെ തനി ഗുണം. ഇതാ ഞാൻ പറഞ്ഞത്, ആരെയും ഒന്നും പറയാതെ കുറ്റം പറയാൻ നിൽക്കരുതെന്ന്. ആദർശിന്റെ മഹിമ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നയന അവളെയും കൊണ്ട് പോകുന്നു, ഇപ്പൊ എന്താ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ദേവ്യാനിക്ക് ആകെപ്പാടെ അങ്ങ് തല പേർത്ത് വരികയാണ് കേട്ടോ. മതി നിർത്തുന്നുണ്ടോ എന്നിങ്ങനെ ദേവ്യാനി ചോദിക്കുകയാണ്. ഇനി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവളിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നയന വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവ്യാനി വിളിച്ചിട്ട് ആദർശനോട് പറയണം, ആദർശ് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറയുന്നു. അപ്പോൾ ആദർശ് പറയണം, അയ്യോ അമ്മയെ പറ്റില്ല, എനിക്ക് ഇതുപോലെ ഓഫീസിൽ അത്യാവശ്യമായിട്ട് വർക്കുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും പറ്റില്ല, നീ ഇപ്പോൾ ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഓക്കെ അമ്മയെന്ന് പറഞ്ഞിട്ട് ആദർശ് പോയ വഴിയിൽ നിന്നും തിരിച്ച് ആദർശ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നയന ഓട്ടോയിൽ വന്നിട്ട് അനന്തപുരിയിലേക്ക് വന്ന് ഇറങ്ങാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ദേവ്യാനി ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദേവ്യാനി ചൂടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവ്യാനി വേണ്ട, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. അപ്പോഴേക്കും ദേവ്യാനി പറയാണ്, അവൾ പോയിക്കോട്ടെ, അവൾ എന്തും ചെയ്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മോനെ അവൾ എന്തിനു വിളിച്ചുകൊണ്ട് പോയി, എനിക്കത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടരുത് എന്നും പറഞ്ഞിട്ട് ദേവ്യാനിയോട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നയന കയറി വന്നുടനെ ദേവ്യാനി നിക്കടി അവിടെ, നീ എങ്ങോട്ടടി പോന്നേന്ന് ചോദിക്കുകയാണ്. എന്താ അമ്മേ വന്നതും വരാത്തതുമായിട്ട് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് കാണണോ എന്നും പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് വീണ്ടും ദേവ്യാനി കാണിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നയനൊന്ന് ഞെട്ടുകയാണ്. എന്താടി ഇപ്പൊ മനസ്സിലായ കാര്യം എന്താണ്, നീ പോയി ചെളി ചവിട്ടിയത് പോലും എനിക്ക് ദഹിക്കാൻ സാധിച്ചിട്ടില്ല, അപ്പൊ നീ എന്റെ മോനെ കൂടെ കൊണ്ടുപോയി ചെളിക്കത് ചവിട്ടിയല്ലേ? അപ്പോഴേക്കും നയനെ പറയാണ്, അമ്മ എന്തൊക്കെയാ പറഞ്ഞത്, ചെളിക്കത് ചവിട്ടുന്നത് ഇത്ര വലിയ പാപമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേടി അത് പാവം തന്നെയാടി, എനിക്കത് ഇഷ്ടമില്ല. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അത് ഈശ്വരനുള്ള വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിൽ ചവിട്ടിയാൽ അത് പുണ്യേ കിട്ടുള്ളൂ. ദേവന് പറഞ്ഞു, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട, എൻ്റെ മോനെ മയക്കി വശത്താക്കാന്ന് നീ കരുതിയല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുറേ ചീത്ത പറയുന്നുണ്ട്. നിന്റെ അമ്മയായിരിക്കും ഈ ഐഡിയ എല്ലാം പറഞ്ഞെന്ന് ഇങ്ങോട്ടൊക്കെ നിന്നെ അയച്ചതല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നയന പറയുന്നു, എൻ്റെ അമ്മേനെ ആരും കുറ്റം പറയണ്ട, എൻ്റെ അമ്മ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ആദർശയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി കുറേ പറയുമ്പം നയനെ പറയാണ്, അമ്മയെന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും അമ്മമാർക്കൊരാഗ്രഹമുണ്ട്, തൻ്റെ മകൻ ഭാര്യയുടെ കൂടെ നന്നായിട്ട് ജീവിക്കണമെന്നും അവർ നന്നായിട്ട് ജീവിച്ച് അവർക്കൊരു കുട്ടികളുണ്ടാവണമെന്നും ആ കൊച്ചുമക്കളെ താലോക്കണമെന്നൊക്കെ ആഗ്രഹം അവർക്കുണ്ടാവും. പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ മകൻ അമ്മയുടെ കാൽ കീഴിൽ കിടക്കണം, അമ്മേനെ അടിമയെ പോലെ കിടന്ന് അമ്മയുടെ ചോൽപ്പടികളെല്ലാം കേൾക്കണം. അപ്പോൾ ഇതൊക്കെ ആദർശ് വാദത്തിൽ നിന്ന് കേട്ടോണ്ട് നിൽക്കാൻ കേട്ടോ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നയൻ അറിയുന്നില്ല, ആദർശിച്ച് കേൾക്കുകയാണെന്നുള്ളത് നയൻ അറിഞ്ഞിട്ട്. അപ്പോൾ നയയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നയനെ തുറന്ന് പറയാണ്. അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ട് തൊട്ട് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും എന്നെ ഒരു മകളായിട്ട് വേണ്ട, ഒരു മരുമകളായിട്ട് അല്ലെങ്കിൽ പോട്ടെ ഒരു ജീവിയായിട്ടെങ്കിലും എനിക്ക് അമ്മയ്ക്ക് എന്നെ കണ്ടൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അന്ന് തൊട്ട്
അമ്മ എന്തുമാത്രം ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. എന്നെ വിട്ട് നടക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് അമ്മ ഓർക്കുന്നുണ്ടോ? അമ്മയുടെ മോനോട് ടെറസിൽ വെച്ച് അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറയണം. എന്നിട്ട് ചോദിക്കുകയാണ്, ഏതൊരമ്മയ്ക്കും ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ മോനും മരുമോളും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്, ഒരു കുഞ്ഞിനെ കാണണമെന്നാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് അതൊന്നുമില്ല. എപ്പോഴും ആദർശ് തൻ്റെ ചൊൽപ്പടിക്ക് തൻ്റെ കാൽ കീഴിൽ ഒരു അടിമയെ പോലെ നിന്ന് അവൻ്റെ ഭാര്യ പോലും അവന് കൂട്ടുണ്ടാകാൻ പാടില്ല, അവന് സന്തോഷമായ ജീവിതം ഉണ്ടാകാൻ പാടില്ല, അവന് കുട്ടികളുണ്ടാകാൻ പാടില്ല. ഇതൊക്കെയാണ് അമ്മയുടെ ആഗ്രഹം. അമ്മ ശരിക്കും ആദർശനെ പ്രസവിച്ചു തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് എടി എന്നും വിളിച്ചിട്ട് നയനെ ഇങ്ങനെ കയ്യെപ്പിടിച്ച് തിരിക്കുകയാണ്. എന്നിട്ട് നയനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും എന്നിട്ട് പറയാണ്, ഇല്ല ഞാൻ അടിക്കില്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മര്യാദ കൊണ്ട് മാത്രം ഞാൻ നിന്റെ മെത്ത് കൈ വെക്കുന്നില്ല. ഇനി മേലാൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണം, എടാ നീ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പോഴേക്കും ചെറിയമ്മ പറയാണ്, ആദർശേ കാര്യം പറഞ്ഞ് സംസാരിക്കരുത്, ഇതിൻ്റെ എല്ലാം കാരണക്കാര് ജലജയും അബിയുമാണ്. അപ്പോഴേക്കും ജലജ, ആഹാ വന്നല്ലോ, ഇത്രയും നേരമായിട്ട് എൻ്റെ കാലത്തിൽ ഞാൻ നോക്കായിരുന്നു, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതും എൻ്റെ തലയില്ല, ഇവിടെ പറഞ്ഞതല്ല നീയും കേട്ടതല്ലേ എന്തൊക്കെയാ കിടന്ന് പറഞ്ഞേന്ന്. അപ്പോഴേക്കും ആദർശ് പറയണം, നിർത്ത്, ഒന്നും എനിക്ക് കേൾക്കണ്ട, ആർക്കും വക്കാലത്ത് പിടിക്കണ്ട, ഇത് ഞങ്ങൾ 3 പേരും നമ്മൾ പ്രശ്നമാണ്, ഞാനും എൻ്റെ അമ്മയും പിന്നെ ഇവളും, അതുകൊണ്ട് ആരും ഇതിൽ ഇടപെടണ്ട എന്നും പറഞ്ഞിട്ട് ആദർശ് പറയണം, നീ എന്താണ് വിചാരിച്ചത്? നീ എന്നെ പറഞ്ഞങ്ങ് മയക്കാന്നോ? നിന്റെ കള്ളക്കണ്ണീരിലൊക്കെ ഞാൻ വീഴുവെന്നോ? ഒട്ടും ഇഷ്ടമല്ലാതെ മുത്തശ്ശൻ പറഞ്ഞ പ്രകാരം മാത്രം ഈ അനന്തപുരിയുടെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അല്ലാതെ എന്താ നിന്നെ ഞാനങ്ങ് പൂവിട്ട് പൂജിക്കാനാണെന്ന് നീ കരുതിയോ? ഇപ്പം പോലും നിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനോ എനിക്ക് നിന്നെ ഒരു തുള്ളി വലിയ ഇഷ്ടമില്ല എന്ന് ആദർശ് പറഞ്ഞു കേട്ട് ഞാനിങ്ങനെ ഞെട്ടി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറയണം, എൻ്റെ അമ്മ എന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണ്, ആ ദൈവത്തെക്കുറിച്ചാണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അപ്പോഴേക്കും നയന പറയണം, ആദർശേട്ടാ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അമ്മ ഇന്നേ വരെ ആദർശം എൻ്റെ ഭാഗം ഒന്ന് കേക്ക്, അമ്മ ഇതുവരെ എന്നെ മരുമകളായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പം ആദർശ് പറയണം, എൻ്റെ അമ്മ എന്തിനാണ് സ്വീകരിക്കുന്നത്? ഞാൻ പോലും നിന്നെ ഇതൊരു ഭാര്യയായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ ജീവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാടി എൻ്റെ അമ്മ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഇനി നിനക്ക് അനന്തപുരിലെ സ്ഥാനമില്ല, ഇത് ആദർശിൻ്റെ വാക്കാ. അപ്പോഴേക്കും മുത്തശ്ശനും ഒക്കെ മോനെ വേണ്ട എന്ന് പറയുമ്പം ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ആരും ഇടപെടരുത്, അന്ന് ഈ സ്ഥാപനത്തിൻ്റെയും മുത്തശ്ശൻ്റെയൊക്കെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി, പക്ഷേ ഇവളെ എൻ്റെ അമ്മയെ തന്നെ എതിർത്തപ്പോൾ ഇനി എനിക്ക് ഇവളെ വേണ്ട എന്നും പറഞ്ഞിട്ട് ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് മുറ്റത്തേക്ക് പോവാണ്. അപ്പോഴേക്കും നയന ആദർശേട്ടാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാൻ തന്നെ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശ് നയനയെ കയ്യിൽ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് തള്ളാണ്. ആദർശേട്ടാന്ന് പറഞ്ഞ് അവൾ വീണ്ടും പറയാൻ വരുമ്പം വീണ്ടും അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിവിട്ട് അങ്ങോട്ടേക്ക് തള്ളിയിടുന്നു. അങ്ങനെ ആ നയന ആ മുറ്റത്തോട്ട് വീഴാണ് കേട്ടോ. എന്നിട്ട് ഇനി മേലാൽ നിനക്ക് ഈ അനന്തപുരി തറവാടിൽ സ്ഥാനമില്ല, മേലിൽ ഇനി മുകളിലേക്ക് കയറി വന്നേക്കരുത് എന്നും പറഞ്ഞിട്ട് ആദർശ് തിരികെ കയറി പോകുമ്പോൾ നയന മുറ്റത്ത് കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. നീ എന്താടി എന്നെ കരഞ്ഞു മയക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന ചോദിക്കാണ്, ആദർശേട്ടാ ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? അപ്പൊ ആദർശ് പറയുന്നു, നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്റെ വീടെന്ന്, അങ്ങോട്ടേക്ക് പോ എന്ന് പറയാണ്. അപ്പൊ നയന പറയുന്നു, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് വന്ന നാളെ മുതലേ ഇതാണ് നിന്റെ വീട്, ഇതാണ് നിന്റെ അച്ഛനമ്മ എന്ന്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്കും പോവില്ല എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി, നീ പറഞ്ഞ് എന്നെ മയക്കാണെന്ന് ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈ പിടിച്ച് തള്ളി വിട്ടിട്ട് ആദർശ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ആദർശ് അകത്തേക്ക് കയറി പോകുന്നത് നോക്കി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാണ് കേട്ടോ നയന. അത്രയുമാണ് ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് ഉച്ചയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.